കഴിഞ്ഞ ദിവസം നമ്മളൊരു ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി സ്കിൻ ലോജിക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഹെയർ കട്ടിനേക്കാളും എന്നെ അട്രാക്റ്റ് ചെയ്തത് എൻ്റെ കയ്യിലിരിക്കുന്നതായി ഈ ഡിസ്പ്ലേ നെയിൽസ് ആണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ മുതൽ എനിക്ക് തോന്നുമായിരുന്നു എനിക്കൊന്ന് നെയിലാട്ട് ചെയ്താൽ കൊള്ളാമെന്ന്. അങ്ങനെ ഞാൻ ചേച്ചിയോട് വെച്ചപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്ക് ചെയ്യാലോ എന്ന്. അങ്ങനെ ഞാൻ നെയിലാട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 10th പഠിക്കുന്ന സമയത്താണ് നെയിലൊക്കെ വളർത്തി നെയിൽ പോളിഷൊക്കെ ഇട്ട് അതിനെയൊക്കെ ഒന്ന് ആസ്വദിച്ച് തുടങ്ങിയത്. പക്ഷേ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് നമുക്കൊരു വലിയ ആക്സിഡൻറ്റ് പറ്റിയിട്ട് നമ്മുടെ കൈപ്പത്തിയുടെ അവിടം വരെ നമുക്ക് കാര്യമായിട്ടുള്ള രീതിയിലൊരു മുറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വലിയ സ്കാർസായിട്ട് ഇപ്പോഴും കൈമയുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്തൊക്കെ ഞാനിങ്ങനെ മോതിരം പോലും ഇടാതെ ഒരു ചെറിയൊരു വാശി അല്ലെങ്കിൽ വിഷമം പോലെയായിരുന്നു എനിക്ക്. പിന്നീട് ഞാൻ റിയലൈസ് ചെയ്തു ഞാൻ അങ്ങനെ വിചാരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല എന്നുള്ളത്. പിന്നെ പതുക്കെ ഞാൻ നെയിൽ പോളിഷും അല്ലെങ്കിൽ നഖം വളർത്താനും മോതിരങ്ങൾ യൂസ് ചെയ്യാനൊക്കെ തുടങ്ങി. നമ്മുടെ ലൈഫിൽ നമുക്കുണ്ടാകുന്ന ചില നഷ്ടങ്ങൾ അതൊരിക്കലും നികത്താൻ പറ്റാത്തതാണ്. അതുപോലെ തന്നെയാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ള ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ ആ ശരീരത്തിൻ്റെ ആ ഒരു ഘടന അതൊക്കെ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ വലിയ പ്രയാസമാണ്. നഷ്ടപ്പെട്ടത് എന്തായാലും നഷ്ടപ്പെട്ടു എന്ന് നമ്മുടെ മനസ്സിനോട് നമ്മൾ തന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ പറ്റും എന്നൊരു റിയലൈസേഷൻ എനിക്ക് ഉണ്ടായി. ആ റിയലൈസേഷനിൽ നിന്ന് വീണ്ടും ഞാൻ എൻ്റെ കൈനെ സ്നേഹിച്ച് തുടങ്ങി. ഏറ്റവും വലിയ കാര്യം നമ്മുടെ കൈയുടെ ഭംഗിയിലാണ് ഒരു വ്യത്യാസം വന്നിട്ടുള്ളൂ. നമ്മുടെ കൈയുടെ മൂവ്മെൻറ്റ്സിനോ കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നം വന്നില്ല. അങ്ങനെയുള്ള തിരിച്ചറിവുകളൊക്കെ എന്നെ കുറേ ചേഞ്ചാക്കി. കഥ പറഞ്ഞ് ഞാൻ എങ്ങോട്ടൊക്കെയോ പോയല്ലേ. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മളിപ്പോൾ ഒരു അടിപൊളി നെയിലാട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജെൻസ് ചേച്ചി നല്ല സമയം എടുത്ത് നല്ല കൃത്യമായിട്ട് എനിക്ക് നല്ല കിടിലനായിട്ട് വെച്ച് തന്നിട്ടുണ്ട്. ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ സ്വയം തോന്നണത് നല്ല പഴുത്ത് നിൽക്കുന്ന ചെറി പോലെയല്ലേ. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ ഒരു കളറും ഈ ഡിസൈനും മാത്രമൊന്നുമല്ല കേട്ടോ, വെറൈറ്റി ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ എനിക്കെന്നും ഇങ്ങനൊരു കളറിനോട് ഒരു പ്രത്യേക അട്രാക്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തത് ഇതാണ്. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഈ നെയിൽ എക്സ്റ്റൻഷൻസ് അടിപൊളി ഒരു ഓപ്ഷൻ ആണല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് പറയാൻ മറക്കണ്ട കേട്ടോ.